പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 12 വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്രത്യേകിച്ചും കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടുന്ന UDF ഇന്ത്യ മുന്നണിക്കൊപ്പമാണ്. പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യ മുന്നണി എന്ന ഒരു രാഷ്ട്രീയ സഖ്യം രൂപീകരിച്ചിട്ടുള്ളതായി അറിയാമല്ലോ. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയുടെ സാധ്യതയെക്കുറിച്ച് എന്താണ് മാവേലിക്കരയിലെ വോട്ടർമാരുടെ വിലയിരുത്തൽ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം വലിയ നേട്ടമുണ്ടാക്കുമെന്ന 5.9% പേർ വിശ്വസിക്കുമ്പോൾ മെച്ചപ്പെട്ട പ്രകടനമെന്ന് 30.9% പേർ. ഒരു മാറ്റവും ഉണ്ടാക്കില്ല എന്ന് 45.1%. നിലവിലേതിനേക്കാൾ മോശമായി എന്ന് അഭിപ്രായപ്പെടുന്നവർ 11.4%. വളരെ വലിയ നഷ്ടമുണ്ടാക്കുമെന്ന് 6.5% പേർ. ഇവിടെ 36.8% പേര്, നമുക്ക് 37 വെക്കാം. 37% പേര് ഇന്ത്യ മുന്നണിയിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. അതേസമയം 45% ആളുകൾക്ക് ഇന്ത്യ മുന്നണിയിൽ പ്രതീക്ഷയുമില്ല. ഇതാ ഞാൻ പറഞ്ഞത്, മാവേലിക്കര വളരെ കോൺട്രാഡിക്ടറി ആയ റിസൾട്ടാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരോ ചോദ്യങ്ങൾക്കും പരസ്പര വിരുദ്ധമായിട്ട് വളരെ എളുപ്പമല്ല ഈ ഡാറ്റ നമുക്ക് പരിശോധിച്ച് ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നത്. UDF മനസ്സ് നിശ്ചയമായും ഉണ്ട്, ആന്റി ഇൻകംബൻസി വികാരമുണ്ട്. എന്നാൽ കൊടിക്കുന്നിൽ സുരേഷിനെ ആളുകൾക്ക് അറിയുന്നില്ല എന്ന് പറയുന്നു. അത് വലിയ ഒരു വിഭാഗമായി സജീവമല്ല എന്ന് പറയുന്നു. വികസന പ്രവർത്തനങ്ങൾ കാര്യമായി സ്വാധീനിക്കുമെന്ന് പറയുന്നു. അതേസമയം തന്നെ സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ധനപ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാരാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ നവകേരള സദസ്സ് പരാജയമാണെന്ന് പറയുന്നു. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ഒക്കെ ഈ സർക്കാരിന്റെ സൃഷ്ടിയാണെന്ന് പറയുന്നു. അപ്പോൾ ഒരേ സമയം ഈ പറയുന്ന UDF-നും LDF-നും ഒരുപോലെ എതിരായിട്ടുള്ള അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഈ വോട്ടർമാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്.